ശരിക്കും ആരാണ് സോയ? എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തോ ഇവിടെ എനിക്ക് അങ്ങോട്ട് അധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. തിരക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു പോസ്റ്റ് ബോക്സ് എന്തെങ്കിലും അവിടെ ചോദിക്കായിരുന്നു. എനിക്കറിയില്ല. ഞാനിങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ ഒരു അവസരം കിട്ടുമ്പോ ഈ സാധനമൊക്കെ പറയും. അപ്പൊ മമ്മി പോയി എങ്ങോട്ട് പോണ ഇന്റർവ്യൂവിന് ഒരു കാരണവശാൽ അങ്ങനത്തെ കുറെ സെന്റ് ഡയലോഗ് നടിച്ചിട്ട് പറയരുതെന്ന്, അവിടെ വിലല്ലേ അവിടെ വിലട്ടതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ. തമിഴിൽ ഇത്രയും ആൾക്കാരുടെ സ്നേഹവും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് തമിഴ് ബിഗ് ബോസിലെല്ലാം കാണാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസ്? തമിഴാണെങ്കിലും ശരി മലയാളം ആണെങ്കിലും ശരി ബിഗ് ബോസിൽ പറ്റിയൊരു മനുഷ്യനെ അല്ല ഞാൻ. എന്നെ തമിഴിൽ ഇപ്പൊ ഈ ഒരു 2 വർഷമായിട്ട് അവർ വിളിക്കുന്നുണ്ട്. മലയാളത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ തമിഴിലും ഭയങ്കര പറയാലോ അവിടെ വേറെ പരിപാടിയാ, വേറെ ലീഗാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളെ കൊണ്ടാവില്ല അതൊന്നും. മലപ്പുറത്ത് ജനിച്ച തമിഴ് തീരെ വശമില്ലാത്ത ഒരാള് തമിഴ്നാട്ടിൽ പോയി മുറി തമിഴുമായിട്ട്, അതും പൊട്ടത്തമിഴുമായിട്ട് പോയി അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ കയ്യടി നേടി എന്നുള്ളതാണ്, അവരുടെ സ്നേഹം ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ടും ഇവിടെ എന്താണ് എപ്പോഴും ശാലിനി എനിക്ക് തോന്നുന്നു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തോ ഇവിടെ എനിക്ക് അങ്ങോട്ട് അധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. തിരക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു പോസ്റ്റ് ബോക്സ് എന്തെങ്കിലും അവിടെ ചോദിക്കായിരുന്നു. എനിക്കറിയില്ല. ഞാനിങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ ഒരു അവസരം കിട്ടുമ്പോ ഈ സാധനമൊക്കെ പറയും. അപ്പൊ മമ്മി പോയി എങ്ങോട്ട് പോണ ഇന്റർവ്യൂവിന് ഒരു കാരണവശാൽ അങ്ങനത്തെ കുറെ സെന്റ് ഡയലോഗ് നടിച്ചിട്ട് പറയരുതെന്ന്, അവിടെ വിലല്ലേ അവിടെ വിലട്ടതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ. ഇങ്ങനെ കഷ്ടമൊന്നും പറയണ്ട, സങ്കടം പറയണ്ട, സെന്റ് അടിക്കണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ സെന്റ് അടിക്കുന്നില്ല. സെന്റ് ആയിട്ട് വേണം, നമുക്ക് ഫണ്ണായിട്ട് പറയാം. എനിക്ക് അറിയില്ലടാ എന്താന്ന്. ഞാൻ എന്നെ എന്താ പറയാ, ഇപ്പൊ ഒത്തിരി വർഷമായി. ഞാനൊരു 3-4 വയസ്സ് മുതൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അഭിനയം മറ്റേ കുട്ടി എന്താ പറയാ ബാലതാരായിട്ട്. അതെ, മമ്മിയൊക്കെ എനിക്ക് ഫുഡ് വരുത്തുമ്പോ അമ്മയെ കാണുന്നുണ്ട് ടിവിയില്. ഇല്ല ഞാൻ മറ്റേ കിരൺ ടിവിയില് മറ്റേ ഹലോ ഏത് പാട്ട് വേണം അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 5ാം ക്ലാസ് അതുകൊണ്ട് അതൊരു 1 വർഷം 2 വർഷം അതുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം. അപ്പം സാധ്യത ഉണ്ടായിരിക്കും ജസ്റ്റ് ഫോർ കിഡ്സ് ഹലോ ഏത് പാട്ട് വേണോ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ചരിത്രമുണ്ട്, ബാക്കിലോട്ട് നോക്കുമ്പോ ചരിത്രമുണ്ട്. പക്ഷെ ഒരു ഒരു പരിപാടിയാണ്. പക്ഷെ അവിടെ എന്ന് പറയുമ്പം ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട്. 2 നായികയായിട്ടാണ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ സിനിമ ചെയ്ത സമയത്ത് ഒരു ഒരു അറ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇതുപോലെ ഒരു ഇന്റർവ്യൂ വിളിച്ചു. അതിൽ ഇന്റർവ്യൂല് പൊട്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആക്ച്വലി കുപ്പിത്ത് കൊമ്മാളി സീസൺ 2 3 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഞാനിതിപ്പോ ഇവിടെ പോയിട്ട് എന്ത് പറയാനാ, നമുക്ക് തീരെ അറിയില്ലല്ലോ. ഞാൻ ഈ തമിഴിൽ പോയതിനു ശേഷമാണ് ഞാൻ തന്നെ ഈ പ്രോഗ്രാമും ഇവിടെയൊക്കെ. അത് വേറൊരു യൂണിവേഴ്സാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ എനിക്കും കൂടെ പുതുമയായിരുന്നു. അന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് അത് ചെയ്തില്ല. കാരണം നമുക്ക് അറിയില്ല അവിടെ പോയിട്ട് എന്താ ചെയ്യണ്ടെന്നുള്ള. ഇവിടെ തന്നെ നമ്മുടെ നാട് നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞു നടക്കും. പിന്നെ ജീവിക്കണ്ട. എല്ലാരും ദുബായിലൊക്കെ പോയിട്ട് മറ്റേ ജോലി ചെയ്യണം. നമ്മുടെ നാട് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷെ പ്രവാസി ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് കണ്ണകി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യണു. അതിനും കുറച്ചും കൂടി അറ്റൻഷൻ ആയി. പിന്നെ വീണ്ടും അവര് അതിൽ നല്ല നല്ല ഇപ്പോഴും അവിടെ ഉള്ളവര് കണ്ടവരൊക്കെ പറയാറുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ഈ സീസൺ 5 ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയത്. അതിൽ ഭയങ്കര അറ്റൻഷൻ വന്നു എനിക്ക്. അതിൽ സംസാരിക്കുന്ന രീതിയാണെങ്കിലും. പിന്നെ ഞാൻ പ്രോഗ്രാം കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ അവരോട് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കാണണ്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ അത്രയും ന്യൂ ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഭയങ്കര ഫണ്ണായിട്ട് എടുത്തത്. എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് അയ്യോ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ അവിടെയുള്ള പ്രൊഡക്ഷൻ ക്രൂ ഒക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ അയക്കാൻ പറയും. അപ്പൊ സുജിതയൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ലൈറ്റ് ഒക്കെ ചെയ്ത് സുജിതാസ് കിച്ചൺ എന്നൊക്കെ പറയണ്ട ഇങ്ങനെ നല്ല അടിപൊളി ഫോട്ടോ. എല്ലാവരും അതെ, അക്ഷയ് എവറിബഡി നല്ല. ഞാനാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ട്. പക്ഷെ ആ മറ്റേ ക്രോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ. ഞാൻ ഭയങ്കര സില്ലി ആയിട്ടാണ് പ്രോഗ്രാമിനെ കണ്ടത്. കാരണം ഫൺ ഷോ അല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് നമ്മൾ അവിടെ ലൈറ്റ് ആയിട്ട് കണ്ടപ്പോ അവിടെ എന്തോ ഒരു പരിപാടി അവിടെ എന്താണെന്നറിയില്ല നല്ലൊരു അറ്റൻഷൻ കിട്ടി. പിന്നെ ഒരു പ്രോഗ്രാം ആങ്കറിങ് ചെയ്തു അവിടെ സീ തമിഴില് സമയൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു
10 മാസം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഷോ. അത് നല്ല രീതിയിൽ വർക്കായി. അപ്പൊ അവര് വീണ്ടും ഇതിനകത്ത് ആങ്കറായിട്ട്, എനിക്കറിയില്ല ഇത് തമിഴ് എനിക്കറിയാത്ത എന്നെ പിടിച്ച് വീണ്ടും ഇപ്പോഴും കൂടെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് വിളിക്കണത്, എന്നെ തന്നെയാണ് വിളിക്കണമെന്ന്. പക്ഷെ പൊതുവെ മലയാളികള് ഈ മുറുത്തമിഴ് പറയുമ്പോ അല്ലെങ്കിൽ അറിയാതെ തമിഴ് പറയുമ്പോ തമിഴ് നമുക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ. അതേപോലെ ഇത് ഞാൻ കുറെ ബെറ്റർ ആയി. പണ്ട് എനിക്ക് തീരെ അറിയില്ലായിരുന്നു, ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയി. പക്ഷെ എനിക്കറിയില്ല ഞാൻ പ്രകടിപ്പിക്കുന്ന വിധാണോ എന്താന്നറിയില്ല. അവിടെ ഞാൻ ഭയങ്കര വലിയ മൂടാ. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ ഞാൻ സീരിയസ് ആയിട്ടും അങ്ങനെ നിൽക്കാം. അവിടെ ഞാൻ നമ്മള് എന്തിലാവട്ടെ ആ മൂടാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ശരിക്കും ആരാണ് സോയ? അതാണ് സോയ അതോ അതാണ് എന്റെ റിയൽ ഞാൻ, അതാണ് എന്റെ ഇന്നർ ചൈൽഡ് എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ പോളിഷ്ഡ് വേർഷനാണ്. ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മളോട് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഈ തമാശയിലെ രൺബീർ കപൂർ ഇല്ലേ, മറ്റേ അവിടെ പോകുമ്പോ ഉള്ളത് അവന്റെ ഒറിജിനൽ ക്യാരക്ടർ. പിന്നെ ഇവിടെ വരുമ്പോ മറ്റേ കോട്സ്, അതേപോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെയുള്ള കമന്റ് കാണലുണ്ട്, ഈ കുട്ടിക്ക് നന്നായിട്ട് സംസാരിക്കാറ്, നിങ്ങൾ ഈ കുട്ടിയുടെ മലയാളം ഇന്റർവ്യൂ പോയി കണ്ടു നോക്കൂ. അപ്പൊ ശരിയാണ്. അങ്ങനെയും പറയുന്നുണ്ട്, അവിടെ പോയിട്ട് ക്യൂട്ട്നെസ് വാരി വിതറുകയാണ്, വേറെ ആളായിട്ട് അഭിനയിക്കുകയാണ്. വാരി വിതറിട്ടെന്ന് എനിക്കല്ല, പക്ഷെ സംസാരിച്ചു വരുമ്പം അതെന്തായാലും നമ്മൾ ഇവിടെ മലയാളി അല്ലാത്തവർ മലയാളം പറയുമ്പോ നമുക്കത് ക്യൂട്ടായിട്ട് തോന്നൂലേ. അതേപോലെ ഇതൊക്കെ എന്ത് ലോജിക്കാന്ന് എനിക്കറിയില്ല. വേറൊരു കേസുണ്ട്, അവിടെ പോയിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് അതിനുള്ള തമിഴ് അറിഞ്ഞൂടാ. ഞാൻ ചീത്തൊക്കെ പറയും, ഞാൻ ചീത്ത പറഞ്ഞാൽ ഇവര് ചിരിക്കുക ചെയ്യും, നോട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചീത്ത പറഞ്ഞു. ഞാൻ അവിടെ കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പറയുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വഴക്കൊന്നും പറയുമ്പോ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ലൈക്ക് അവിടെ VTV കണക്ഷൻ തൊട്ടൊരു ആക്ടർ ഉണ്ട്, പുള്ളി ഉണ്ടായിരുന്നു എന്റെ കോ കണ്ടസ്റ്റന്റ് ആയിട്ട്. അപ്പൊ പുള്ളി ഒരു എപ്പിസോഡില് പുള്ളിനെ കാണാനില്ല. പുള്ളി ഫ്ലൈറ്റ് പിടിച്ച് ഏതോ വിജയിന്റെ പടത്തിൽ പോകുന്നിട്ട് ഹൈദരാബാദ് പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോ പിന്നെ നമ്മളൊക്കെ ആ സാധനല്ലേ. അപ്പൊ ആരും ചോദിക്കുന്നില്ല. അപ്പൊ പുള്ളി ഭയങ്കര സീനിയർ ആണ്, VTV സീനിയർ മനുഷ്യനാണ്, ശരി സമ്മതിച്ചു. പക്ഷെ നമ്മളൊക്കെ എന്തിനും ഇവിടെ നിൽക്കണം. അപ്പൊ അടുത്ത എപ്പിസോഡ് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് പബ്ലിക്കിലായിട്ട്, ഇത് പറ്റൂല, നടുക്ക് വെച്ചിട്ട് ഒരാൾ മുങ്ങിയിട്ട് അതെങ്ങനെയാ ശരിയാവാ, അങ്ങനെ പറഞ്ഞു ഞാൻ. അപ്പം ഇവര് അങ്ങനെ നിങ്ങൾ പറഞ്ഞോ, ശരി ആ പുള്ളി വരട്ടെ ഞങ്ങൾ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വന്നു. അപ്പൊ ഇവിടെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാള് ഭയങ്കരമായിട്ട് ആരാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോ സോയാണ് പറഞ്ഞത്. അവള് അത് കുഴപ്പമില്ല, വിലയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ വെക്കോ. എനിക്കറിയില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ അവിടെ വിലയില്ല, കോമഡിയാണ്. എന്തായാലും ആ കോമഡി വർക്കായി ആൾക്കാർ സ്വീകരിച്ചെന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്, ഇപ്പൊ മറ്റേ മനോരമ മാക്സിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് തല എന്ന് പറയുന്നത്, നമ്മുടെ കേസ് മില്ലന്റെ പടം. പുള്ളിക്കാരൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ റിയലിസ്റ്റിക് പരിപാടികൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് പരിപാടികളൊക്കെ എടുക്കുന്നത്. ഞാൻ ആ പടം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, റിയൽ സ്ലമ്മിലാണല്ലോ നിങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ, അതിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ക്യാമറ, ഒരു ആംഗിൾ, ഒരു ഫ്രെയിം വെക്കുമ്പോൾ എത്ര പിന്നിലോട്ട് നോക്കിയാലും നമുക്ക് ആ സ്ലം കാണാം, അല്ലാണ്ട് ഒരു സെറ്റ് ഇട്ട മാതിരി ഒരു ഫീൽ ഇല്ല. ആൻഡ് യുവർ ക്യാരക്ടർ മണിക്കുട്ടി അല്ലെ, മണിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഫസ്റ്റ് ആ ഒരു എൻട്രി ഉണ്ടല്ലോ, ആ ഒരു എൻട്രി വന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് മടുത്തു, ഞാൻ അവിടെ നിന്ന് പോവാ, എനിക്കൊന്ന് പ്രസവിക്കണം എന്ന് പറഞ്ഞൊരു സാധനം. അവിടെ തന്നെ അത് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ശാലിൻ സോയെന്ന് എഴുതി ഒപ്പിട്ട് വെച്ചു. ഓക്കെ, അപ്പൊ അത്രയും അടിപൊളിയായിട്ട് ക്യാരക്ടറിനകത്തോട്ട് കയറി. ഞാൻ ആക്ച്വലി അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു, ശാലിന്റെ അങ്ങനെ ഒരു ഗെറ്റപ്പിൽ മലയാളത്തിൽ അധികം നമ്മൾ അങ്ങനെ റോ ആയിട്ടൊരു ക്യാരക്ടറിൽ കണ്ടിട്ടില്ല. അപ്പോ ഇവിടെ വന്നപ്പോ അങ്ങനെ ഒരു ക്യാരക്ടറും വന്നു, ആൻഡ് യു ഡിഡ് ഇറ്റ് റിയലി വെൽ. ഓക്കെ, സോ അതിന്റെ എക്സ്പീരിയൻസ് പറയൂ. ഇപ്പോ ആൾക്കാർ ആ പെർഫോമൻസിനെ പറ്റി പറയുമ്പോ ഹൗ ഡു യു ഫീൽ? ഇന്നലെയാണ് ടെക്നിക്കലി പടം വന്നത്, റിലീസായത് OTT-ല്. ഇപ്പൊ ആക്ച്വലി വരുമ്പോ തന്നെ എനിക്ക് 3 കോൾസ് വന്നു, പടം കണ്ടു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കുറച്ചുള്ളൂ, ആക്ച്വലി ഇതൊരു ചിൽഡ്രൻസ് മൂവി പോലത്തെ ഒരു പരിപാടിയാണ്. എന്റെ വളരെ ഒരു ഷോർട്ട് സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് എടുത്ത ഉടനെ എല്ലാരും ഏൽപ്പിക്കാൻ സാധ്യത ഇല്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. എന്നെ വിചാരിക്കുമ്പം എന്തുവാ പറയുന്നത്, ഈ ധമാക്കയിലൊക്കെ ഉള്ള ക്യാരക്ടർ, മല്ലു സിംഗിലെ ക്യൂട്ട്, ഈ പരിപാടിയിലെല്ലാം ഞാൻ ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയും ഞാൻ അഭിനയിച്ചിട്ടുള്ളതൊക്കെ സീരിയലിലാണ്, ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടികൾ. അല്ലാണ്ട് ഇവിടെ എനിക്ക് അറിയത്തില്ല, മൈൻഡ് ചെയ്യാത്തതിന്റെ എന്തോ പരിപാടിയാണ്. ഓക്കെ, പക്ഷെ ഐ എം ഗ്രേറ്റ്ഫുൾ ടു കേസ് മില്ലൻ. എനിക്ക് തോന്നുന്നു അത് കനി കുസൃദീനെ എന്തോ വെച്ച ഒരു എനിക്ക് ഓർമ്മയില്ല, കുറച്ച് മുമ്പത്തെ ഇൻസിഡന്റ് ആണ്. കനി കുസൃതി ആയിരുന്നു അത് ചെയ്യേണ്ടിരുന്നത്, എന്തോ കാരണം കൊണ്ട് മാറി, എനിക്ക് അറിയത്തില്ല, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പം കനി കുസൃതിക്ക് വെച്ചൊരു ക്യാരക്ടർ എനിക്ക് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോ തന്നെ അവിടെ ഒരു
ആലോചിച്ചിട്ടാണോ നല്ലോണം അങ്ങനെ ചോദിച്ചായിരുന്നു ആ സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഇല്ല അവര് നമുക്ക് എനിക്ക് ഞാൻ ഡയറക്ടർ ആക്ടർ എനിക്ക് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ അതിൽ ഞാൻ എന്നും ആ നന്ദിയുള്ള ആളാണ് ഈ കൈസ്മിലിന്റെ അടുത്ത്. പുള്ളിക്ക് ആ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഒരു ഫുള്ളി പ്രഗ്നന്റ് ലേഡിയാണ്. പിന്നെ അതിനകത്തൊരു പെർട്ടിക്കുലർ സീനുണ്ട്, അതെങ്ങനെ ചെയ്യും, അതും സിംഗിൾ ഷോട്ട് ആയിരുന്നു. അത് സിംഗിൾ ഷോട്ട് ആയിരുന്നു. അതെനിക്ക് ഫുൾ ക്ലാപ്പ് കിട്ടിയ ഒരു സംഭവമൊക്കെയാണ്. അപ്പൊ ഇത് ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു നടത്തമോ എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാ പോയത്. പിന്നെ എനിക്ക് എന്താ വെച്ചാല് എന്നെ കുറച്ച് ഡൾ ചെയ്തിട്ടാണ്, സ്കിൻ ടോൺ ഒക്കെ ഡൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഡ്രാമാറ്റിക് ആവരുതെന്നുണ്ടായിരുന്നു എനിക്ക്. അറിയില്ല, കാരണം മൊത്തത്തില് മറ്റേ ഹാഷ് പുഷ ഡ്രാമ പരിപാടി ഉള്ളപ്പോ പെർഫോമൻസും കൂടെ അത്രയും ഹെവിയാണ്. ഡയലോഗ് ആണെങ്കിലും ഇന്റൻസിറ്റി ആണെങ്കിലും ക്യാരക്ടർ നിൽക്കുന്ന സ്പേസ് ഭയങ്കര ഹെവിയാണ്. ഈ ക്യാരക്ടറിന് ഒരു ട്രോമ ഉണ്ട്. അതെ, പക്ഷെ ആ ട്രോമ നമ്മൾ ഫ്ലാഷ് ബാക്കിൽ ഒരിടത്തും പറയാൻ പാടില്ല. പക്ഷെ രണ്ട് ഡയലോഗിലും ഐയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ഒരു ഹിസ്റ്ററി കാണിക്കുന്നില്ല, നമ്മൾ ഊഹിച്ചെടുക്കണം. അപ്പൊ ഇത്രയും ഡ്രാമയ്ക്കുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അത് ഡ്രാമ കാണിച്ച് കൊളാവാൻ പാടില്ല, മാക്സിമം റിയലിസ്റ്റിക് ആയിരിക്കണം, നാച്ചുറൽ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ ഒരു ഐഡിയയിലാണ് ചെയ്തത്. കുഴപ്പമില്ല, വർക്കേണ്ടി തോന്നുന്നു. പറയേണ്ട രണ്ട് സീൻ എന്ന് പറയുന്നത്, ഒന്ന് ആ വാതിലിന്റെ ബാക്കിൽ നിന്നിട്ട് തരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അയ്യോ, അത് ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ വന്ന് കൊള്ളും കറക്റ്റ്ലി. പിന്നെ നമ്മുടെ ആ ഒരു ലോങ് ഷോട്ട്, അതായത് നടന്നു പോയി വാഷ്റൂമിനകത്ത് പോയി അവിടെ ഇരുന്നിട്ട് ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ വരുന്നത്, എങ്ങനെ അത് ചെയ്തേ? അതാണ് അത്. ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടി പ്രസവിച്ചു പോകുന്നത് പോലെ. അപ്പൊ ഞാൻ ഓക്കെ അതെങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളൊക്കെ സിനിമയിൽ കാണുമ്പോ ഇങ്ങനെ ആ മറ്റേ ഹോസ്പിറ്റൽ ബെഡിലൊക്കെ ഇരുന്നിട്ട് ആ സാധനമൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മൾ കുറെ പടത്തിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ വെച്ചിട്ട്. അതെ, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ക്ലോസറ്റില് കുട്ടി പോകുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പം അതുപോലെ തന്നെ അത് സിംഗിൾ ഷോട്ടും ആണ്. അപ്പം സിംഗിൾ ഷോട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് വളരെ കാഷ്വൽ ആയിട്ട് ബാത്റൂമിൽ പോവാണെന്നുള്ള രീതിയിൽ പോയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ. ഞാൻ എക്സ്പ്രഷൻ ഉണ്ട്, അൺസർട്ടനിറ്റി, ഇത് ചിന്തിക്കുന്നില്ല. അപ്പം സത്യമായിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ടില്ല. ഞാൻ ഐ ജസ്റ്റ് തോട്ട് നോക്കാം. എനിക്ക് ഫുൾ യൂണിറ്റ് ക്ലാപ്പ് ചെയ്ത ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു ടേക്കേ പോയിട്ടുള്ളൂ എന്ന്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ടേക്ക്. ഇനിയിപ്പോ ടെക്നിക്കൽ എറർ വെച്ചിട്ട് 2 പോയെന്ന് അറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ടേക്ക് ആണെന്ന്. ഓർമ്മയില്ല, പടം ഷൂട്ട് ചെയ്തിട്ട് കുറച്ചായി. ആ ഒരു സീനിന് വേണ്ടിയിട്ട് എല്ലാവരും ട്രൂലി ഡിസേർവിംഗ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി ഇതുപോലത്തെ ക്യാരക്ടേഴ്സിലൊക്കെ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഈ ഫ്ലഷ് ഔട്ട് ക്യാരക്ടേഴ്സ് ഒക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല, ഞാൻ അതെ എനിക്കറിയില്ല, എനിക്ക് എന്താന്ന് അറിയില്ല. എന്നെ അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല. ചില ആൾക്കാർ പറയും ഇങ്ങനെ ഒരുപാട് മുഖം കണ്ട് 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 മടുത്തതിന്റെ ആണോ അതോ, എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഈ മുഖം കണ്ടാ മടുക്കും. എനിക്ക് എന്താന്ന് അറിയില്ല. കാരണം ഞാൻ അഭിനയിച്ചല്ലേ തുടങ്ങിയത്. എനിക്ക് ഈ വാതിലിന്റെ ഒരു ഷോട്ട് എന്ന് പറഞ്ഞില്ലേ, എന്റെ കരിയറിൽ ഫസ്റ്റ് ഷോട്ടും വാതിലിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു ഷോട്ടായിരുന്നു. അത് രാജീവ് രവി എന്താ DOP ആയിട്ടുള്ള കൊട്ടേഷൻ പടത്തിൽ ഇതുപോലെ വില്ലന്റെ മകളായിട്ട് ഇങ്ങനെ, അതായിരുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട്. എനിക്കിപ്പോ പറഞ്ഞപ്പോ അതെന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഷോട്ടാ. അപ്പം അന്ന് തൊട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ സീരിയലിലാണെങ്കിൽ പോലും ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യും. ഇപ്പൊ ഓട്ടോഗ്രാഫിലെ ക്യാരക്ടറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദീപാറാണി. ആ കുട്ടിക്ക് ഇങ്ങനെ മുടി വെക്കണം എന്നുള്ളത് എന്റെ ഒരു പരിപാടിയായിരുന്നു. ഞാൻ അത് അങ്ങനെ ചെയ്യാം, ഇവൾക്കൊരു സ്റ്റൈൽ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ എന്നാലും അങ്ങനെ സീരിയലിൽ നിന്നും വേണ്ടി, അത് ആ പ്രായത്തിൽ. അന്ന് എനിക്ക് എത്ര, ഞാൻ 6ാം ക്ലാസ്സിലോ 6, 7, 8 ഇതാണ് എന്റെ പ്രായം. 11, 12. പക്ഷെ അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അഭിനയം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഒരുമാതിരി മടുക്കും മാൻ. ഇറ്റ്സ് സഫോക്കേറ്റിംഗ്. ഐ ഡോണ്ട് നോ. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ അഭിനയത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാറില്ല. ഇത് പെട്ടെന്നാണ് ഈ പടം OTT റിലീസായ. അപ്പൊ ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. അപ്പൊ ഈ കുട്ടി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവൈലബിൾ ആണ്, എനിക്ക് തോന്നുന്നു മനോരമ മാക്സിലും പ്രൈമിലും അവൈലബിൾ ആണ്. സോ പോയി കാണണം. നമ്മളിപ്പോ ഇരിക്കുന്ന എവിടെയാണെന്നറിയാലോ, നമ്മുടെ ലുലു മോളിന്റെ നേരെ ഓപ്പോസിറ്റ് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഹോട്ടലിന്റെ 5ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഓൾവൻ സ്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോ ഒരു പ്രൈവറ്റ് ഷൂട്ട് മാതിരി അല്ലേ? അതെ അതെ അതെ. നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് അവരാണ്. ഓക്കെ, അപ്പൊ അവരെ നമുക്ക് സ്മരിക്കണമല്ലോ. ഓക്കെ, അപ്പോ കുക്ക് വിത്ത് കോമാളി വളരെ ഹിറ്റായിട്ട് തമിഴിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. മലയാളത്തിൽ ഇപ്പൊ നമ്മുടെ അതിന്റെ ഒരു മലയാളം വേർഷൻ വരുന്നു. കാത്തിരിപ്പിന് ശേഷം റിലീസായി. അതാണ് ഇപ്പൊ നടക്കുന്നത് മലയാളത്തില്. ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് ഒന്നും ഇനി വരാനില്ല.
എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, ആ. മലയാളത്തില് കുക്ക് വിത്ത് കോളാം ഛീ, കോളാമ്പില്ലടാ. ആദ്യം തൊട്ട് അങ്ങനെ വരുന്നുള്ളത്. കോളാമ്പി, കോമാളി. കുക്ക് വിത്ത് കോമളി. അതെ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മലയാളം വേർഷൻ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. അത് ചെന്നൈ തന്നെ ഷൂട്ട്. അതെയോ? അത് ഞങ്ങളുടെ സെയിം പ്രൊഡക്ഷൻ തന്നെയാണ്. ആണോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും കണക്ഷൻ, ലിങ്ക് ഓഫ് ദി ലിങ്ക് ഉണ്ടായിരുന്നു അതായത് മലയാളത്തിലോട്ട് വരാൻ? അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ഞാൻ കുറച്ച് പേരൊക്കെ പറഞ്ഞു. അങ്ങനെ തമിഴ് ഇത്രയും ആൾക്കാരുടെ സ്നേഹവും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് തമിഴ് ബിഗ് ബോസിലെല്ലാം കാണാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസ്? തമിഴാണെങ്കിലും ശരി, മലയാളമാണെങ്കിലും ശരി, ബിഗ് ബോസിൽ പറ്റിയൊരു മനുഷ്യനേ അല്ല ഞാൻ. എന്നെ തമിഴിൽ ഇപ്പൊ ഈ ഒരു 2 വർഷമായിട്ട് അവർ വിളിക്കുന്നുണ്ട്. മലയാളത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ തമിഴിൽ ഭയങ്കര അറിയാലോ, അവിടെ വേറെ പരിപാടിയാ, വേറെ ലീഗാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളെ കൊണ്ടാവില്ല അതൊന്നും. പാടാണ്. ഓക്കെ, എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? നമ്മുടെ ഫോണാണോ അതോ നമ്മുടെ ഫ്രണ്ട്സ് ആണോ? എനിക്ക് ഇതൊക്കെ ആരുടെ ഇവനൊക്കെ പറഞ്ഞു ഞാൻ പോവും. അപ്പൊ അവര് കൊറേ ടാസ്ക് ഒക്കെ ഇല്ലേ അവരുടെ, അതൊന്നും എനിക്ക് പറ്റൂല. പിന്നെ ഞാൻ പോടാർക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും. അത് പിന്നെ വെറുതെ വിഷയമായി. അത് പക്ഷെ ഞാൻ കാണും കേട്ടോ. അയ്യോ കാണാൻ, ഞാൻ വോട്ട് ബിഗ് ബോസിന് മാത്രമേ ചെയ്യാറില്ല. മലയാളം. തമിഴ് എനിക്ക് മനസ്സിലാവില്ല അധികം. അവർ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും സൺഡേ മറ്റേ ഭയങ്കരമായിട്ട് വരുമ്പോ അവര് പറയുന്നത് കിട്ടില്ല. മലയാളം ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഒക്കെ. പക്ഷെ പുള്ളി പോകാൻ താല്പര്യമില്ല. നമ്മള് പുറത്ത് നിന്ന് ഇങ്ങനെ യുദ്ധം കണ്ടോളാം. ബിഗ് ബോസിൽ കിട്ടിയ പോവോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് കിട്ടിയാലും ഓക്കെ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിന്റെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം ഒരു ആക്ടർ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കണു? ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷത്തിനകത്തേ ആവുന്നുള്ളൂ. പക്ഷെ ഒരു വർഷം കൊണ്ട് നീ അത്യാവശ്യം നീ ഫെമിലിയർ ഫേസ് ആണ്. നിന്നെ കണ്ട എനിക്കറിയാം. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ നിന്റെ പേര് പറഞ്ഞ മോൻ കണ്ടപ്പോ അറിയാം. ഒരു വർഷത്തിൽ നീ ഫെമിലിയർ ആയില്ലേ? മുഖം പരിചിതമാക്കിയില്ലേ? ഒരുപാട് പേരൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും ഇന്റർവ്യൂ ഒക്കെ എടുത്ത്. അത്യാവശ്യം എനിക്ക് അത്യാവശ്യം കുറെ പേര് കിട്ടിയിട്ടുണ്ട്. ആര് ഇന്റർവ്യൂ എടുത്തത് കൂടുതൽ സന്തോഷം, പ്രൗഡ് ആയിട്ട് തോന്നുന്നത്? ഒരാളെ എടുത്തു പറയാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. പക്ഷെ എന്നാലും എനിക്ക് ഈ സ്റ്റാർ വാല്യൂ ഒന്നതിന്റെ അപ്പുറത്തേക്ക് ചില ആൾക്കാര് ഇപ്പൊ അത്രയും സ്റ്റാർ വാല്യൂ, പേര് പറയണത് ഷാലിൻ സോയ. ഓക്കെ, അല്ല നമ്മള് പേഴ്സണലി കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോ അത് കുറച്ചുകൂടെ നമ്മുടെ മനസ്സിലിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് മഞ്ജു ചേച്ചിന്റെ അടുത്തൊക്കെ ഞാൻ കോൺവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. സത്യം എന്റെ അടുത്ത് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, എടാ ഇങ്ങനെ ആമസോൺ പ്രൈമിൽ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, നീ അത് കണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്ന് ട്രെയിലർ കണ്ടു, ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഞാനത് നാളെ രാവിലെ ഇരുന്ന് കാണും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്നോട് പറയുന്നത് ഷാലിൻ സോയയുടെ ഇന്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് മെസ്സേജ് ഞാൻ പറഞ്ഞത് ഷി വാസ് ഇൻ മൈ വിഷ് ലിസ്റ്റ്. ഓക്കെ, അപ്പോ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. കാരണം എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ ഹാഷിറിന്റെ ഒരു കാര്യം പറഞ്ഞ പോലെ, ഞാൻ വളരെ കുഞ്ഞിലെ, അന്ന് താങ്കളും കുഞ്ഞാണ്, ഓക്കെ, വളരെ കുഞ്ഞിലെ കാണുന്ന ഒരാള്, മിനി സ്ക്രീൻ തൊട്ടേ കാണുന്ന ഒരാള്. അപ്പൊ നമുക്കും പേഴ്സണലി തോന്നും ഇത്രയൊന്നും അല്ല, ഇനിയും വരണം എന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഏജ് ഒരു ബാരിയർ അല്ല. ഏത് സമയത്തും ഇപ്പം ഈ കുക്ക് വിത്ത് കോമാളി എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് ആങ്കറിങ്ങും പിന്നെ അവിടെ നിന്ന് എന്താ കാണിക്കണമെന്ന് എനിക്ക് പറഞ്ഞു, ഇവിടെ എന്താ പരിപാടി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ സർവൈവലാണ് ഞാൻ ആ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ജീവിച്ചു പോകണ്ടേ, നമുക്ക് ബേസിക് എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്റെ എയിമും നിന്റെ എയിമും ഒക്കെ ഒന്ന് തന്നെയാ അല്ലേ? സംവിധാനവും അഭിനയവും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. പക്ഷെ ഒത്തിരി സന്തോഷം, ഇങ്ങനെ പലപ്പോഴും ഇവിടെ വന്നിട്ട് മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഈ തല കാണുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് എനിക്ക് ഉറപ്പാട്ടോ, തല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ ഒരിക്കലും ടൈപ്പ് കാസ്റ്റ് ചെയ്ത് മറ്റേ ക്യൂട്ട് ബബ്ലി സാധനത്തിൽ കൊണ്ടിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള അടിപൊളി ക്യാരക്ടേഴ്സ് വരട്ടെ. ഇത് ഞാൻ എല്ലാരോടും പറയുന്നത് പോലെ ഇങ്ങനെ ചുമ്മാ ഫ്ലാറ്റർ ചെയ്യാൻ പറയുന്നതല്ല. From the bottom of my heart, I wish you all the best. Thank you, my darling. Okay, and thank you so much. Thank you. Yes.